EDUTECH വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സ്റ്റാൻഡേർഡ് 9th ചാപ്റ്റർ 6 അനലൈസിംഗ് ഡാറ്റ ഇൻ ദ കമ്പ്യൂട്ടർ എന്ന ചാപ്റ്ററിലെ പ്രാക്ടിക്കൽസ് ആണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ സൺ ദ അൾട്ടിമേറ്റ് സോഴ്സ് എന്ന ചാപ്റ്ററിൽ ടെമ്പറേച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ ടെമ്പറേച്ചർ ഡിഫറെൻറ്റ് പ്ലേസസിലുള്ള ടെമ്പറേച്ചറിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ലിബ്രെ ഓഫീസ് കാൽക്ക് എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലിബ്രെ ഓഫീസ് കാൽക്കിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് വേർഷനാണ് നമ്മൾ ഈ ഒരു വർഷം ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞൊരു ടേബിൾ ഉണ്ട്. ഈ ടേബിൾ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് പ്ലേസസിൽ ഹോമിൽ സ്കൂൾ റിസോഴ്സസ് എന്ന് പറഞ്ഞ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. അതിൽ സ്റ്റാൻഡേർഡ് 9th ഇവിടെ temperature.ods ഈ ഫയൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതാ നിങ്ങളെ ടെക്സ്റ്റിൽ തന്നതുപോലെ തന്നെ ആഗ്ര അതിൻ്റെ മാക്സിമം ടെമ്പറേച്ചർ മിനിമം ടെമ്പറേച്ചർ ഒക്കെ തന്നിട്ടുണ്ട്. ഇനി നിങ്ങളോട് പറയുന്നത് ഇതിൻ്റെ ഒരു ആവറേജ് ടെമ്പറേച്ചർ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും ഒരു പ്ലേസിൽ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മളോട് ഒരു പ്ലേസിൽ ആവറേജ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു നമ്മളിനി ചെയ്യാൻ പോകുന്ന ഇതിന് ഒരു ഹെഡിങ് കൊടുക്കണം. അപ്പം അതിൻ്റെ പേര് നമ്മൾ കൊടുക്കേണ്ടത് ടൈറ്റിൽ കൊടുക്കേണ്ടത് ഡെയിലി മീൻ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് എന്നാണ് കൊടുക്കേണ്ടത്. അവിടെ ചെയ്യേണ്ട ഫോർമുല ഇവിടെ തന്നിട്ടുണ്ട്. സം ഓഫ് C2:D2 ഡിവൈഡഡ് ബൈ 2 എന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഈ ഒരു സെല്ലിൽ നമ്മളൊരു ടൈറ്റിൽ കൊടുക്കുകയാണ്. ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്നാണ് തന്നിരിക്കുന്നത്. ബോൾഡ് ആക്കാനും അലൈൻമെൻറ്റ് സെൻറ്ററിലാക്കാനൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രോപ്പർട്ടീസ് വിൻഡോന്ന് അലൈൻമെൻറ്റ് സെൻറ്റർ കൊടുക്കുന്നു, ബോൾഡ് ആക്കുന്നു. ഇതിൻ്റെ വലിപ്പം കൂട്ടണമെങ്കിൽ നമുക്കിവിടെ നിന്ന് കൂട്ടാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ആവറേജ് ടെമ്പറേച്ചർ കാണുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളോട് ഇവിടെ ഒരു ഫോർമുല പറയുന്നുണ്ട്. ഈക്വൽ ടു സം ഓഫ് C2:D2 ഡിവൈഡഡ് ബൈ 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നു ഈക്വൽ ടു എന്ന് ടൈപ്പ് ചെയ്യുക, സം എന്ന് ടൈപ്പ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ഇവിടെ C2 എന്ന് പറയുന്ന ആഗ്രയുടെ ആവറേജ് ടെമ്പറേച്ചറാണ് കാണുന്നത്. ആഗ്രയുടെ മാക്സിമം ടെമ്പറേച്ചർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇനി കോളെന്ന് ടൈപ്പ് ചെയ്യുന്നു. അടുത്തത് മിനിമം ടെമ്പറേച്ചർ. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഒരു സംഭവമാണ്. സം എന്നുള്ളത് D2 എന്ന് വന്നിട്ടുണ്ട്. ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഡിവൈഡഡ് എന്നുള്ള സിമ്പൽ കൊടുത്തു, 2 ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തു നമ്മൾ എൻ്റർ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആൻസർ വന്നിട്ടുണ്ട് 30.5. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ഡോട്ട് കാണാം. അവിടെ പോകുമ്പോൾ എന്താണ് ഒരു പ്ലസ് മാർക്ക് കാണാം. ആ പ്ലസ് മാർക്ക് എന്നുള്ള ഇത് കാണുമ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുന്നു താഴേക്ക്. ആ സെല്ലിലുള്ള ഫോർമുല എല്ലാത്തിലേക്കും നമ്മൾ ഡ്രാഗ് ചെയ്യണം. അപ്പോൾ എല്ലാത്തിലും ഇപ്പം അതേ ആൻസർ കിട്ടും. ഇവിടെ വരെ നമ്മൾ ഡ്രാഗ് ചെയ്തു. അപ്പോൾ ഇതാണ്ട് എല്ലാ സെല്ലിലും ആൻസർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം ഇതെല്ലാം എന്താണ് ഡെസിമൽ പ്ലേസ് ആയിട്ടുള്ള വാല്യൂ ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഡെസിമൽ പ്ലേസ് ഒഴിവാക്കിയിട്ടുള്ള വാല്യൂ ആണ് വേണ്ടത്. ഡെസിമൽ പ്ലേസ് ഒഴിവാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഡെസിമൽ പ്ലേസ് ഒഴിവാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു ഫംഗ്ഷൻ പരിചയപ്പെടുത്തുന്നുണ്ട്. റൗണ്ട് എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. അപ്പോൾ നമ്മളത് ചെയ്യുന്ന ആ ഒരു കോളത്തിന് നമ്മളൊരു ഹെഡിങ് കൊടുക്കുകയാണ്, ഡെയിലി മീൻ ടെമ്പറേച്ചർ റൗണ്ടഡ് എന്നുള്ളത്. നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം, ഡെയിലി മീൻ ടെമ്പറേച്ചർ റൗണ്ടഡ് എന്ന് കൊടുത്തു. ഇനി നമുക്കിവിടെ ഫംഗ്ഷൻ കൊടുക്കണം. അതിനായിട്ട് ഏത് സെല്ലിലാണോ നമുക്ക് ആൻസർ വരേണ്ടത് ആ സെല്ല് നമ്മൾ സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ ഇവിടെയുള്ള ഈ ഒരു ഫോർമുല ബാറിലുള്ള ഈ ഒരു ബട്ടൺ അവിടെ കാണിക്കുന്നുണ്ട് ഫംഗ്ഷൻ വിസാർഡ്. ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വന്നിട്ടുണ്ട്, ഫംഗ്ഷൻ വിസാർഡ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരുപാട് ഫംഗ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം നമുക്കിപ്പോൾ ആവശ്യമുള്ളത് റൗണ്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. അപ്പോൾ റൗണ്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ സെലക്ട് ചെയ്യാം. ഇതാ റൗണ്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇവിടെ കാണാം. അത് സെലക്ട് ചെയ്ത് ഒന്നെങ്കിൽ ഡബിൾ ക്ലിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നെക്സ്റ്റ്. അപ്പം ഞാനിവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ നമ്പറിന് ചോദിക്കുന്നു. അപ്പോൾ ഏത് നമ്പറിനെയാണ് നമുക്ക് ഡെസിമൽ പ്ലേസ് ഒഴിവാക്കേണ്ടത്, ആ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ സെല്ല് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇവിടെ പോയിട്ട് സെലക്ട് ചെയ്യാം. അതല്ല നമുക്ക് ഈ വിൻഡോ ചെറുതാക്കിയിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഈ വിൻഡോ വളരെ ചെറുതായിട്ട് ഇവിടെ ഉണ്ട്. നമ്മൾ ഏത് സെല്ലാണോ സെലക്ട് ചെയ്യേണ്ടത്, ഈ സെല്ലിലെ വാല്യൂ ആണ് നമുക്ക് റൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സെല്ല് സെലക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് അവിടെ വന്നിട്ടുണ്ട് E2 എന്നുള്ളത്. ഇനി നമ്മൾ ഈ സെല്ലൊന്ന് വലുതാക്കുകയാണ്. ഇനി കൗണ്ട് എന്ന് പറയുന്നത് എത്ര പ്ലേസ് വേണം, ഡെസിമൽ പ്ലേസ് എത്ര എണ്ണം വേണം. എനിക്ക് ഡെസിമൽ പ്ലേസ് വേണ്ട, പിന്നെ റൗണ്ട് ചെയ്തിട്ടുള്ള വാല്യൂ മാത്രമാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് 31. ഇപ്പോൾ 30.5 എന്നുള്ളത് ആൻസർ എന്തായിരിക്കും വരിക, 31 എന്നാണ്. നമ്മളിവിടെ ഓക്കെ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെയുള്ള ഈ ഡോട്ടിൽ പ്ലസ് മാർക്ക് കാണുന്നുണ്ട്. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് എല്ലാ സെല്ലിലും ഇപ്പോൾ എന്താണ് ഈ ഒരു ഡെസിമൽ പ്ലേസ് റൗണ്ട് ചെയ്തിട്ടുള്ള വാല്യൂ വന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 25 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ളത് പിന്നെ വാം ക്ലൈമറ്റും അതിന് താഴെയുള്ളത് കൂൾ ക്ലൈമറ്റും ആയിട്ട് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഇഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഇത് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആ ഒരു കോളത്തിന് നമ്മൾ കൊടുക്കേണ്ട ടൈറ്റിൽ ക്ലൈമറ്റ് എന്നാണ്. അപ്പോൾ നമ്മളിവിടെ അടുത്ത സെല്ല് സെലക്ട് ചെയ്യുന്നു, അവിടെ ക്ലൈമറ്റ് എന്ന് കൊടുക്കുക. ഇതൊന്ന് സെൻറ്റർ അലൈൻ ചെയ്യാണ്. കുറച്ച് നമുക്ക് വിഡ്ത്ത് കൂട്ടണം ഈ ഒരു സെല്ലിന്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് നമ്മൾ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുന്നു. ഇനി ഇവിടെ നമ്മൾ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്തു. നമുക്കിവിടെ ഒരു ഇഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡെയിലി മീൻ ടെമ്പറേച്ചർ റൗണ്ടഡ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് 25 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണെങ്കിൽ വാം ക്ലൈമറ്റും അല്ലാത്തത് 25ൽ താഴെയാണെങ്കിൽ ഇവിടെ കൂൾ ക്ലൈമറ്റെന്നും പ്രിൻ്റ് ചെയ്ത് വരണം, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ അതിന് വേണ്ടി ഈ ഒരു സെല്ല് നമ്മൾ സെലക്ട് ചെയ്യുക. ഇനി പോയിട്ട് ഫംഗ്ഷൻ വിസാർഡ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മളിവിടെ ഇഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുന്നു. ഇതാ ഇഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഒന്നെങ്കിൽ ഡബിൾ ക്ലിക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇതാണ്ട് ഇങ്ങനെ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇത് വന്നിട്ട് ഇവിടെയാണ് നമ്മൾ കണ്ടീഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു, ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്നുള്ളത് 25നേക്കാട്ടും വലുതാണെങ്കിൽ അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രേറ്റർ ദാൻ എന്നുള്ള സിമ്പിൾ ഇട്ടു 25 എന്നിടുക, ടൈപ്പ് ചെയ്യാണ്. ഈ ഒരു കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ ഇവിടെ കാണിക്കേണ്ടത് എന്താണ്, വാം ക്ലൈമറ്റ് എന്ന് കാണിക്കണം. അപ്പോൾ ഇൻവേർട്ടർ കോമയിൽ കൊടുക്കുന്നു വാം ക്ലൈമറ്റ് എന്ന് കാണിക്കാൻ. ഇനി അല്ലെങ്കിൽ ഇത് 25ന് താഴോട്ടാണെങ്കിൽ അതർവൈസ് ആണെങ്കിൽ എന്താണ് വരേണ്ടത്, കൂൾ ക്ലൈമറ്റ് എന്ന് വരണം. അപ്പോൾ അതിനായിട്ട് അടുത്തത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു കൂൾ ക്ലൈമറ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഓക്കെ എന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെയുള്ള ആദ്യത്തത് വാം ക്ലൈമറ്റ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ 25 എബവ് ആണ്. അപ്പോൾ അത് 31 വാം ക്ലൈമറ്റ് എന്ന് വന്നു. നമുക്ക് ഈ ഒരു ഡോട്ടിൽ പ്രസ് ചെയ്തിട്ട് താഴേക്ക് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യാം. ഒരു പ്രാവശ്യം കൂടി ചെയ്യാം, ഇതിലൊന്നും കൂടി ചെയ്യാം. ഒന്നും കൂടി നോക്കുക. ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു, എഫക്ട്സിൽ ക്ലിക്ക് ചെയ്യുന്നു, ഇഫ് എന്നുള്ള വാല്യൂ ഇഫ് എന്നുള്ള ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ടെസ്റ്റ് എന്നുള്ളിടത്ത് തൊട്ട് ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്നുള്ള ആ സെല്ല് സെലക്ട് ചെയ്യുക. ഇവിടെ ഗ്രേറ്റർ ദാൻ എന്നുള്ള സിമ്പിൾ കൊടുക്കുക, 25 എന്ന് കൊടുത്തു. അടുത്തതിൽ നമ്മൾ വാം ക്ലൈമറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇവിടെ വരെ ഡ്രാഗ് ചെയ്തു. അപ്പോൾ ഇതാണ്ട് ഇവിടെയുള്ള സെൽസിലൊക്കെ ആൻസർ കാണിച്ചിട്ടുണ്ട്. കൂൾ ക്ലൈമറ്റ് വാം ക്ലൈമറ്റ് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മളോട് നെക്സ്റ്റ് പറയുന്നത് ലുക്കപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതാണ് നമ്മളോട് ഇനി അടുത്ത പറയുന്നത്. ഇവിടെ നമുക്കൊരു ക്രൈറ്റീരിയ തന്നിട്ടുണ്ട്. ഈ ക്രൈറ്റീരിയ നമ്മൾ നമ്മുടെ വർക്ക്ഷീറ്റിലേക്ക് ടൈപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ആദ്യം തന്നിരിക്കുന്ന ടെമ്പറേച്ചർ ബിലോ 20 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ കൂൾ ക്ലൈമറ്റ് 20 ഡിഗ്രി സെൽഷ്യസ് ടു 30 ഡിഗ്രി സെൽഷ്യസ് മോഡറേറ്റ് ക്ലൈമറ്റ്, 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ളത് ഹോട്ട് ക്ലൈമറ്റ് എന്ന് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു ക്രൈറ്റീരിയ തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ ബിലോ 20 ഡിഗ്രി സെൽഷ്യസ് കൂൾ ക്ലൈമറ്റ്, 20 ടു 30 ഡിഗ്രി സെൽഷ്യസ് മോഡറേറ്റ്, 30 ഡിഗ്രി സെൽഷ്യസിന് ഹോട്ട് ക്ലൈമറ്റ്.
അപ്പോൾ ബിലോ 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പം 0 to 20 ആണ്. അപ്പം നമ്മളിവിടെ കൊടുക്കേണ്ട ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എവിടെയെങ്കിലും വർക്ക്ഷീറ്റിൽ എവിടെയെങ്കിലും നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് 0 എന്ന് ടൈപ്പ് ചെയ്യുന്നു. 0 തൊട്ട് 20 വരെ വന്നാൽ എന്ത് വരണം? കൂൾ ക്ലൈമറ്റ് എന്ന് വരണം. അപ്പം നമ്മളിവിടെ കൂൾ ക്ലൈമറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. നമ്മളിപ്പം ഇഫ് യൂസ് ചെയ്തത് വേറെ രീതിയിൽ ചെയ്യുന്നതാണ്. ലുക്കപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത്. നമ്മൾ പിന്നെ മാർക്ക് ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കുമ്പം A+A അങ്ങനെ ഗ്രേഡ് കാണാൻ ഏറ്റവും എളുപ്പമുള്ളതാണ് ലുക്കപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ 0 എന്നുള്ളത് കൂൾ ക്ലൈമറ്റ്. ഇനി അടുത്ത വരുന്നത് 20 to 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നമ്മളിവിടെ 20 എന്നുള്ളത് എടുക്കുക. ആ 20ൽ വരുന്നത് 20 തൊട്ട് 30 വരെ വരുന്നത് എന്തായിരിക്കണം? മോഡറേറ്റ് ക്ലൈമറ്റ് ആണ്. അപ്പോൾ 20 എന്നുള്ളത് എടുത്തു. അതിൽ നമ്മളിവിടെ കൊടുക്കുകയാണ് മോഡറേറ്റ് ക്ലൈമറ്റ് എന്ന് കൊടുത്തു. ഇനി അടുത്തത് നമ്മൾ ഇഫിൽ ആകെ 2 ഇതേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് 3 ക്രൈറ്റീരിയ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ 30 എന്ന് കൊടുക്കുകയാണ്. 30 അബവ് വരുന്നത് എന്തായിരുന്നു? ഹോട്ട് ക്ലൈമറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഹോട്ട് ക്ലൈമറ്റ് എന്ന് കൊടുക്കാം. ഇനി ഈ ഒരു ഭാഗം, ഇത്രയും ഭാഗം നമ്മൾ വാല്യൂ കൊടുത്ത ഈ ഒരു ഭാഗം, ഈ ഒരു ക്രൈറ്റീരിയയുടെ ഭാഗം മാത്രം സെലക്ട് ചെയ്യുക. അത് മാത്രമേ സെലക്ട് ചെയ്യാവുള്ളൂ, എക്സ്ട്രാ ഒന്നും സെലക്ട് ആവരുത്. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രം സെലക്ട് ചെയ്തു. ഇനി ഡാറ്റയിൽ ഡിഫൈൻ റേഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു റേഞ്ചിന് ഒരു പേര് കൊടുക്കുകയാണ്. ഇത്രയും നമ്മൾ കൊടുത്ത ഈ ക്രൈറ്റീരിയയ്ക്ക് ഒരു പേര് കൊടുക്കുകയാണ്. ഞാനിവിടെ എ എന്ന് കൊടുത്തു. ആഡ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ എ എന്നാണ് ഈ ഒരു ക്രൈറ്റീരിയയ്ക്ക് പേര് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഓക്കെ പ്രസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ബോക്സ് ഡിലീറ്റ് ചെയ്യുന്നില്ല. ഇപ്പുറം തന്നെ വീണ്ടും ഒന്ന് ടൈപ്പ് ചെയ്യാണ്. ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മൾ ലുക്കപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ലുക്കപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ലുക്കപ്പ് ഫംഗ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഏത് സെല്ലിലാണോ ആൻസർ വരേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ഫംഗ്ഷൻ വിസാർഡിൽ ക്ലിക്ക് ചെയ്യാണ്. ഇവിടുന്ന് ലുക്കപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ്ട് സെർച്ച് ക്രൈറ്റീരിയ, ഏതിനെ ബേസ് ചെയ്തിട്ടാണ് ആൻസർ വരേണ്ടത്. അപ്പോൾ നമ്മൾ ഏതാണ്? നമ്മുടെ ഡെയിലി മീൻ ടെമ്പറേച്ചർ റൗണ്ടഡ് എന്നുള്ള വാല്യൂ ആണ്. ആ വാല്യൂ ഇവിടുന്ന് ആ ഒരു ബോക്സ് നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ നെയിം ഇതിവിടെ വന്നിട്ടുണ്ട്. ഇനി സെർച്ച് വെക്റ്റർ, ഏതാണ് നമ്മുടെ ക്രൈറ്റീരിയ? നമ്മൾ ക്രൈറ്റീരിയയ്ക്ക് ഒരു നെയിം കൊടുത്തിരുന്നു. അത് എ ആണ്. ഡിഫൈൻ റേഞ്ച് എന്ന് പറഞ്ഞൊരു നെയിം കൊടുത്തു. അപ്പോൾ എ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ എന്താണ് ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ റിസൾട്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. നമ്മളൊന്ന് ഓക്കെ പ്രസ് ചെയ്യാണ്. ഇത്ര മാത്രമേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. ഓക്കെ പ്രസ് ചെയ്താൽ ഇവിടെ ആൻസർ വന്നിട്ടുണ്ട്. ഹോട്ട് ക്ലൈമറ്റ് എന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഇതാണ്ട് നമ്മൾ ലുക്കപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതാണ്ട് ക്ലൈമറ്റിൻ്റെ ഓരോ ഇതിൻ്റെയും മോഡറേറ്റ് ക്ലൈമറ്റ്, ഹോട്ട് ക്ലൈമറ്റ്, കൂൾ ക്ലൈമറ്റ് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്ത് ഇങ്ങനെയൊരു ക്രൈറ്റീരിയ തയ്യാറാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു. ഇനി അടുത്ത പറയുന്നത് ലെറ്റസ് ക്ലാസിഫൈ ഡാറ്റ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത കാണുന്നത്. ഓട്ടോ ഫിൽട്ടർ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഒരു ഫിൽട്ടർ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഈ ഒരു ഡാറ്റ നമുക്ക് ക്ലാസിഫൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് temperature.ods എടുത്തു. ഇവിടെ നമ്മളോട് പറയുന്നത് ഡെയിലി മീൻ ടെമ്പറേച്ചർ റൗണ്ടഡ് എന്നുള്ളത് സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്നുള്ള ഇത് നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെയുള്ള ഇതാണ്ട് ഫിൽറ്ററിൻ്റെ ഐക്കണാണിത്. ഓട്ടോ ഫിൽട്ടർ, അല്ലെങ്കിൽ ഡാറ്റയിൽ ഓട്ടോ ഫിൽട്ടർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇവിടുന്ന് ക്ലിക്ക് ചെയ്യാം. ഓട്ടോ ഫിൽറ്ററിന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ആരോ മാർക്ക് വന്നിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ആരോ മാർക്കിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇങ്ങനെ എല്ലാ വാല്യൂസിലും ടിക്ക് ഉണ്ട്. നമുക്കിപ്പോൾ 25 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഭാഗം മാത്രം, അത്രയും ടെമ്പറേച്ചർ ഉള്ളവിടെ മാത്രമാണ് കാണുന്നതെങ്കിൽ ആ 25 എന്നുള്ളതിൽ മാത്രം നമ്മളൊന്ന് ടിക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഓക്കെ പ്രസ് ചെയ്താൽ 25 ഡിഗ്രി സെൽഷ്യസ് ഉള്ള പ്ലേസസ് മാത്രമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ഫിൽട്ടർ ചെയ്യാം. അത് ഏതാണോ ആവശ്യം അത് മാത്രമായിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ. അതേപോലെ ഇപ്പം ഒരു 27 മാത്രമുള്ളതാണ് കാണേണ്ടത്, അല്ലെങ്കിൽ 25 തൊട്ട് 27 വരെയുള്ളതാണ് കാണുന്നതെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്ത് ഏതാണ് നമുക്ക് ആവശ്യമുള്ളത് അത് മാത്രം സെലക്ട് ചെയ്തു ഓക്കെ പ്രസ് ചെയ്താൽ അത് മാത്രമായിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് വീണ്ടും പഴയതിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഓൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്താൽ പഴയതുപോലെ എല്ലാ വാല്യൂസും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു. ഇനി ആ ഓട്ടോ ഫിൽട്ടർ എന്നുള്ള ഓപ്ഷൻ കളയണമെങ്കിൽ നമ്മളൊന്ന് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അത് ഫുള്ള് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഈ ഒരു ഭാഗത്ത് പറയുന്നത്.